ഒരു കഥയുണ്ട്. ഫസ്റ്റ് ഭൂമിയിലേക്ക് ദൈവം സംസാരിച്ച ഒരു സന്ദർഭം അത് കായമായിരുന്നു. എന്റെ സഹോദരനെയുള്ളൂ അവൻ കൈകൊടുത്തി അവന് പറയാൻ പറ്റില്ല. കാരണം അവിടെ നഷ്ടപ്പെട്ട ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇത്രയും ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടും അപ്പോൾ എനിക്ക് വന്നോ എനിക്കറിയില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് അതായത് ചോദ്യമാണോ എനിക്കറിയില്ല. പക്ഷെ സാറ് ഇത് ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് തരണം. അതാണ് എന്റെ ചോദ്യം. എവിടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നോ അവിടെ നവോത്ഥാനത്തിന് ആവശ്യമാണ്. രണ്ട്, എന്റെ സാഹോദര്യം നഷ്ടപ്പെടുന്നത് എന്റെ സ്വാർത്ഥം കൊണ്ടാണ്. എന്റെ സഹോദരനെ എനിക്ക് സഹോദരനായിട്ട് കാണാൻ സാധിക്കാതെ വരുമ്പോ അവിടെ സെൽഫിഷ്നസ് വർക്കാവും. അപ്പോ അവിടെ എനിക്ക് നവോത്ഥാനത്തിന്റെ ആവശ്യമാണ്. മൂന്ന്, എന്റെ സഹോദരനെ എനിക്ക് സഹോദരനായി കാണാൻ പറ്റില്ല, എനിക്ക് സെൽഫിഷ്നസ് വർക്കായി. അപ്പൊ കായാണ് ചെയ്തത് അവനെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി കണ്ടു. ഇതൊരു കാര്യമാണ്. അപ്പൊ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി കണ്ടു. അപ്പോ അവരുടെ യൂണിഫോമിറ്റി ചാർട്ട് കൊടുത്തു. ഇന്ത്യയിൽ യൂണിറ്റി ഡൈവേഴ്സിറ്റി ഉണ്ട്. പക്ഷെ എവിടെയാണെങ്കിൽ നോക്കിയോ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അതിനുള്ള യൂണിറ്റി ഇല്ലെങ്കിൽ സംതിങ് പ്രോബ്ലം ഉണ്ടോ? അല്ലെ? യൂണിഫോം ആണ്, പക്ഷെ അവിടെ യൂണിറ്റി ഇല്ലെങ്കിൽ അവിടെ ഒരു പ്രോബ്ലം ആണ്. സോ എന്റെ ചോദ്യത്തിലാണ് ഒരു നവോത്ഥാനം ആവശ്യമായുള്ള സന്ദർഭങ്ങൾ സാഹോദര്യമില്ലാത്തവർക്ക് ഒരു സെൽഫിഷ്നസ് വർക്കാവുന്നത് യൂണിറ്റി ഇല്ലാത്ത യൂണിഫോമിറ്റി പലതരം സാമൂഹികമായ തിന്മകളാലോ ചൂഷണങ്ങളാലോ വിവേചനങ്ങളാലോ വീണ്ടും കിടക്കുന്ന സമൂഹത്തെ പുതിയ ഒരു ആശയഗതിയിലേക്ക് ദിശാബോധത്തിലേക്ക് ഉയർത്തിച്ച് നിർത്തുക, എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന സാമൂഹ്യ പ്രക്രിയയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ആ പ്രക്രിയയെ സഹായിച്ച ഘടകങ്ങളാണ് ഞാൻ ഈ പഠന വിദ്യാഭ്യാസം. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനുഷ്യരെക്കുറിച്ചുള്ള സങ്കല്പം അവതരിപ്പിക്കും. അത് നമ്മൾ സ്വതന്ത്രമായ അഭിപ്രായങ്ങളോ മാത്രമല്ല, മറ്റൊരു ജാതിയിലും മതത്തിലും പെട്ട ആളുകളെല്ലാവരും നമുക്ക് തുല്യരാണ്, നമ്മളെല്ലാവരും ഒരേ രക്തമാണ് പങ്കുവയ്ക്കുന്നത് എന്ന ഹ്യൂമനിറ്റേറിയൻ ബോധം, മാനവികതാ ബോധവും ഇതിന്റെ ഭാഗമാണ്. ലോകത്ത് മുഴുവൻ നടന്ന മുകളിലേക്ക് പ്രോസസ്സിനെ സഹായിച്ച ഒരു തത്വശാസ്ത്രമാണ് തത്വചിന്താപദ്ധതി ഹ്യൂമനിസം. ആ ഹ്യൂമനിസം മുന്നോട്ട് സൗഹാർദ്ദത്തെ പ്രതർപ്പുവിനെയാണ് പ്രമോട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു കുഴപ്പം വരുന്നത് മനുഷ്യരെ മാത്രമേ കേന്ദ്രീകരിച്ചു. ലോകത്തെല്ലാം മനുഷ്യരാണ് എല്ലാവരും കേന്ദ്രം. അപ്പൊ ഹ്യൂമനിസത്തിന് മനുഷ്യവിരുദ്ധ പ്രകൃതി വിരുദ്ധ പ്രത്യയശാസ്ത്രമായി കാലത്ത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം പ്രകൃതിയുടെ പോലെ പ്രകൃതിയിലെ മനുഷ്യന്റെ ആവശ്യം എടുക്കാൻ. അപ്പോ യൂണിറ്റിയുടെ ഐക്യത്തിനെ കുറിച്ച്, അതായത് ഈ വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ടുള്ള ഐക്യം മാത്രമേ സാധ്യമാകൂ. കാരണം നമ്മളെല്ലാം യൂണിഫോമാകാൻ പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ ആലോചിക്കുന്നത് മറ്റൊരു പൊളിറ്റിക്കൽ പ്രാക്ടീസായി പൊളിറ്റിക്കൽ ടൂളായി മാറും. കാരണം ഒരു രാഷ്ട്രത്തിന് ഒരു മതം, ഒരു രാഷ്ട്രത്തിന് ഒരു ഭാഷ, ഒറ്റ പാഠപുസ്തകം, ഇത് മാത്രം മതിയാക്കുന്നത്. ഐക്യത്തിന്റെ പേരിൽ അത് അങ്ങനെ ഒരു അവളി വരുന്നതിനെ കുറിച്ച് നമ്മുടെ ചിന്തകളിൽ ശബ്ദം അല്ലേ? ഐക്യം ആവശ്യമാണ്. നിങ്ങൾ പറഞ്ഞ നമ്മുടെ സാഹോദര്യം, നമ്മുടെ ആ സാഹോദര്യം എന്ന് പറയുന്നത് എനിക്ക് എന്റെ മതവിശ്വാസവും എന്റെ രാഷ്ട്രീയ വിശ്വാസവും എന്റെ ശാസ്ത്രവിശ്വാസവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഫാദർ സെബൂരിക്കലിന്റെ വിശ്വാസം, എന്റെ ശാസ്ത്രബോധം നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യക്തിബോധം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ദൈവബോധത്തെ എനിക്ക് അംഗീകരിക്കും. അതാണ് സൗഹൃദം. മറ്റൊരു ജാതി നോക്കാതെ എനിക്ക് വിവാഹം കഴിയണം, രാജ്യത്തെ നിയമവും അവകാശങ്ങളും നമുക്ക് ലഭിക്കണം. അതാണ് സൗഹൃദം. അത് ലഭ്യമാക്കുന്നതിനുള്ള ഏറ്റവും നല്ല രാഷ്ട്രീയ പ്രക്രിയയുടെ ജനാധിപത്യം. ആ ജനാധിപത്യം സാധ്യമാക്കുന്നത് യൂണിഫോമിറ്റി വേണം, ഐക്യതയാണ് വേണം, ഏകാത്മത്വമല്ല. ബഹുസ്വരമായിരിക്കവേ തന്നെ നമ്മളെ അല്ലാതെ ഒരൊറ്റ സ്വരമായ ഒരാൾക്ക് മാത്രമായി നമ്മൾ അവരുടെ ഭീഷണിയാണ് നിലനിർത്തുന്നത് അറിയാൻ വേണ്ടി മാത്രമല്ല ലോകത്തിലൂടെ പല രാജ്യങ്ങളിലും ഈ പ്രശ്നം രൂക്ഷമായി. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തുടങ്ങുന്ന ചാണാലഹ അത് തുടങ്ങിയുള്ള ഇതാണ് പ്രധാനമായിട്ടും നവോത്ഥാനമായിട്ടാണ് ആരോഗ്യം വീക്ഷിക്കുന്നത് ഞാൻ കരുതുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചരിത്രമായി മനസ്സിലാകുന്നതുമായിട്ടുള്ള ഘട്ടമാണ് 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ സാഹിത്യമാരും ഒരേ നമുക്ക് ചാവറേച്ചമ്പതിപ്പിടിയേരി അല്ലെങ്കിൽ സമുദായം ബിഷപ്പുമാരെ നിർബന്ധിച്ച് പള്ളിക്കൂടത്തിൽ ചേർക്കണം, അല്ലെങ്കിൽ ക്രൈസ്തവ ഉണ്ടായിരുന്ന പുറത്താകുമെന്ന് വളരെ കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു
പരിശോധിച്ചാൽ അറിയാം. ഒന്ന് പ്രാചീനമായി തന്നെ ഉണ്ടായിരുന്ന പൗരസ്ത്യ പാരമ്പര്യമാണ്. അത് പിന്നീട് പൗരസ്ത്യ പാരമ്പര്യത്തിന് ആധുനികമായ ചരിത്രം നിങ്ങൾക്കറിയാം. അപ്പൊ അവർ പ്രവർത്തിച്ച മേഖലകൾ അവരില് മതം പ്രചരിപ്പിക്കുകയായിരുന്നു, വിശ്വാസത്തിന്റെ സമൂഹങ്ങൾ രൂപപ്പെടുത്തുകയുണ്ടായിരുന്നു. പിന്നീട് 19-ാം നൂറ്റാണ്ടിലാണ് ഓർഗനൈസ് ചെയ്ത് മതം പ്രചരിപ്പിച്ച അവരെ എണ്ണം കൂടുതൽ പ്രത്യേകമാണ്. അത് അധികാരശക്തിയുടെ സഹായത്തോടെ കേരളത്തിലെ കത്തോലിക്ക സമൂഹത്തിന് ഒരിക്കലും ഒരു ഇമ്പീരിയൽ പവറിന്റെ സഹായം ഉണ്ടായിരുന്നില്ല. ഉണ്ടോ? എന്നാൽ ഒരു ഇമ്പീരിയൽ പവറിന്റെ സഹായം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ജാതി വ്യവസ്ഥയെ അതേപടി തകർക്കുക അത്ര എളുപ്പമായിരുന്നു. ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഐറ്റിയായ ഹിന്ദുമതത്തെ ഒരു ദിവസം കൊണ്ട് ക്രിസ്തുമത വിശ്വാസം കൊണ്ടോ ബൈബിൾ കൊണ്ടോ എത്രയും പണ്ഡിതരായ തിയോളജിസ്റ്റുകളുണ്ടായത് കൊണ്ടോ നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്ന ഇവിടുത്തെ വിശ്വാസ വ്യവസ്ഥ മാത്രമല്ല, സാമ്പത്തിക വ്യവസ്ഥയും സാമൂഹിക വ്യവസ്ഥയും എല്ലാം നിയന്ത്രിക്കുന്ന ഹിന്ദു സമുദായത്തിന്റെ ജാതി വ്യവസ്ഥയെ മൈനോറിറ്റി മാത്രമായ വൈദേശികമായ ഒരു പ്രത്യയശാസ്ത്രത്തിനും മതവിശ്വാസത്തിനും അങ്ങനെ എഴുത്തുകളാക്കി പറയുകയാണ്. ഇന്ന് നമുക്ക് എന്തുകൊണ്ട് കത്തോലിക്കർ അവരുടെ ഗ്രാമമാരെ മാത്രമേ നോക്കിയിട്ട് ഒരു മേജാധികാരെ നോക്കിയിട്ട് താഴെ നോക്കിയില്ലേ നമുക്ക് ഇന്ന് പറയാൻ കഴിയുന്നത്. പക്ഷേ 19-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിലെ ഈ സാഹചര്യം മാത്രമല്ല, അന്നത്തെ ഡെമോക്രാറ്റിക് 1944 നിയമസഭ ഒരുപാട് പുസ്തകം എഴുതി. 1.25 കോടി മലയാളികൾ. 1956 കേരളം 1.5 കോടി മലയാളികളാണ് ഉണ്ടായത്. കാരണം 56 ആ ദിവസം തിരുവനന്തപുരത്ത് നടന്ന കേരള പ്രളയ ആഘോഷ ചടങ്ങുകളിൽ കവിത വായിച്ചുകൊണ്ടത് എഴുതി അദ്ദേഹം ഉണ്ടായിരുന്നു. 1.5 കോടി കൈകളിലാണ് പറഞ്ഞാൽ അർത്ഥമല്ല ഇത്ര ജനസംഖ്യ 1.5 കോടി 1.5 കോടി അല്ലേ? 3 കോടി എന്ന് പറഞ്ഞാലേ രണ്ട് ചെയ്യും. അപ്പൊ 1.5 കോടി 1956 1.5 കോടി, അതിന് 10 വരുമ്പോൾ 1.25 കോടി. 1900 തുടക്കത്തിലും 20-ാം നൂറ്റാണ്ട് തുടക്കത്തിലപ്പോ പരമാവധി 1 കോടി ആളുകളെ കേരളത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്ന 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിൽ 100 കൊല്ലം മുന്നോട്ട് പോയാൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 1 കോടി ആളുകൾ. അതിന് പിന്നിലേക്ക് 3 കൊല്ലം പോയാൽ ഡെമോഗ്രഫി അനുസരിച്ച് നാട്ടിലേക്ക് പോപ്പുലേഷനിലെ ജനസംഖ്യ പോലും കേരളത്തിൽ ജനങ്ങളുണ്ടായി. സെൻസസ് ലഭ്യമല്ല, സെക്യൂരിറ്റി എന്തായാലും 50 ലക്ഷം. ഈ വലിയ സംസ്ഥാനത്ത് പാലങ്ങളില്ല, റോഡുകളില്ല. 85% 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഭാരം കൂടിയായിരുന്നു കേരളം. ഇങ്ങനെയുള്ള 50 ലക്ഷം പേരുടെ സംഭവത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അക്ഷരങ്ങളുടെ ആ സമയത്ത് ജാതി വ്യവസ്ഥയെ അങ്ങനെ അടിമുടി തകർക്കാൻ പറ്റിയ ഒരു ഡിസ്കോഴ്സ് അവർക്ക് സാധ്യമായിരുന്നു. മാത്രമല്ല, അതിനെ മുമ്പ് തകർക്കണം എന്നുള്ള ഡിസ്കോഴ്സ് ലോകവ്യാപകമായി തന്നെ ഉണ്ടായിരുന്നു. അടിമത്ത വ്യവസ്ഥ ഉൾപ്പെടെ റേസിസം ശക്തമായിരുന്നു. അടിമത്തം നടത്തുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് മതങ്ങൾ വിശ്വസിച്ചിരുന്ന കാലഘട്ടം. ஆனால் 1933 മാത്രമാണല്ലോ ഇമാൻസിപ്പേഷൻ വന്നത്. അടിമൊഴി പോലെ കർത്തവരെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന 19-ാം മധ്യത്തിലേ അത് വന്നുള്ളൂ. അപ്പോ ഇതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സവിശേഷ കാലഘട്ടത്തെ കുറിച്ച് കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് എനിക്ക് പറയാനുണ്ട്. ജാതി വ്യവസ്ഥ പിൽക്കാലത്ത് വന്ന അഡ്രസ്സാണ് നമ്മുടെ മതപരിവർത്തന പ്രസ്ഥാനം പ്രത്യേകിച്ച് ക്രിസ്തു പ്രചാരകരെല്ലാവരും ശ്രമിച്ചത്. ഭാരതത്തിലേക്ക് കടന്നു വരുന്നത് ആ കാലത്തെ മഹാരാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥയോടുള്ള ജനത്തിന്റെ പ്രതികരണവും പ്രതിഷേധവും എന്ന നിലയിൽ ചിന്തകളുടെ വികാസം കൊണ്ട് സംഭവിച്ചതാണെന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ ശരിക്കും അത് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിന്റെ ആശയങ്ങൾ കയ്യെഴുത്ത് പ്രതികളിലൂടെയൊക്കെ വരുന്നതിനാണ്. പക്ഷേ ആളുകളിലേക്ക് പ്രതിഫലനം പ്രതികരണം എന്നതാണോ, മറിച്ച് ഈ പ്രിന്റിങ്ങും കണ്ടു അതുപോലെ ആശയം സ്വതന്ത്രമായി കടന്നു വരികയും അതിന്റെ സ്വാഭാവികമായ നവോത്ഥാനം കടന്നു വരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണോ ചിന്തിക്കാനാണ് കുറച്ചുകൂടെ യുക്തിബദ്ധമെന്ന് തോന്നുന്നു. കാരണം ഈ 18-ാം നൂറ്റാണ്ടിൽ പ്രത്യേകം വന്നതിന് ശേഷം അവർ ഒരു പക്ഷേ പുറകോട്ട് എണ്ണിക്കുന്നത് ഇതിനു മുമ്പുണ്ടായിരുന്നെല്ലാം അധികാരങ്ങളുണ്ട്. കാരണം ഹിന്ദുക്കളുടെ വികാസം വന്നപ്പോൾ വലിയ തലത്തെത്തി കഴിയുമ്പോൾ ജ്ഞാനോദയത്തിൽ കഴിയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന കാലഘട്ടത്തിലാണ് റീസന്റെ ഡെവലപ്മെന്റ് കൂടുതൽ പറഞ്ഞുകൊണ്ട് പുറമുണ്ടായത് തന്നെയാണ് ഇരുട്ടതെന്ന് നിൽക്കുന്നതായിരിക്കുമല്ലോ. ആ കാലഘട്ടത്തിലെ ഡെഫിനിഷൻ മധ്യകാലഘട്ടത്തെ ഇരുട്ടയിപ്പോന്ന് വിളിക്കാനുള്ള ആ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഇരുട്ടതാണ്. അത് വിജ്ഞാനത്തിന്റെ കുത്തകയാണ്. മനുഷ്യർ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആശയങ്ങൾ വരികയും
സ്വന്തം ചെയ്തപ്പോഴാണ് വിജ്ഞാനം കുത്തകയല്ലാതായി മാറി. നമ്മൾ പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രത്യേകത വിജ്ഞാനം ആ സമൂഹം രൂപപ്പെടുത്തിയ വിജ്ഞാനം ആ സമൂഹത്തിന്റെ ഉയർന്ന ശ്രേണിയിലുള്ള ആളുകൾ മാത്രം കുത്തക ആയിരിക്കും. നിങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ എത്ര കിട്ടിയാലും അത് ഇന്ന സാമ്പത്തിക ശ്രേണിയിൽ ഇന്ന ജാതി ശ്രേണിയിൽ ഇന്ന മതത്തിൽപ്പെട്ടവർ മാത്രമേ പഠിക്കാവൂ എന്ന് പറയുമ്പോൾ വിജ്ഞാനം കുത്തകത്തിരിക്കും. അപ്പൊ നമ്മളത് വിളിച്ചിരുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ശാസ്ത്രം ഉണ്ടായിട്ടുണ്ട്, മഹത്തായ സാഹിത്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് വാഴ്ത്തുന്ന ക്ലാസിക്കുകളെല്ലാം എഴുതിയതാണ്. പക്ഷേ അവ എത്ര പേര് വായിച്ചു, എത്ര പേരിലേക്ക് അവ എത്തിയവരുടെ സന്ദേശം സമൂഹത്തിന്റെ ക്രമത്തിൽ ഈ സമത്വത്തോടുകൂടിയ വിതരണം ഉണ്ടായിരുന്നു, ഭക്ഷണ വിതരണം ഉണ്ടായിരുന്നു, വിവേചനമല്ലേ നടന്നത്. അപ്പൊ വിവേചനവും അസമത്വവും കുത്തവൽക്കരണവും നിറഞ്ഞ ഒരു കാലഘട്ടം. അതിനുകൊണ്ടാണ് അതിനെ ഇരുന്നതെന്ന് പറയുന്നത്. അവിടെ ഡാർക്ക് ഫോഴ്സസ് എന്ന് പറയുന്നത് മനുഷ്യൻ വിദ്യാഭ്യാസ വിഭാഗത്തിന്റെ കൂടെ അക്രമവും തിന്മയും പ്രവർത്തിച്ചുകൊണ്ട് മാത്രമല്ല, എല്ലാം വളരെ ചെറിയ ഒരു വിഭാഗത്തിന്റെ കയ്യിൽ അവര് ദൈവദത്തമാണ് ഞങ്ങളുടെ അധികാരം, ഇതെല്ലാം അനുഭവിക്കാനുള്ള യോഗം ദൈവദത്തമാണെന്ന് ഇന്ത്യയിലും തന്നെ ഇതെല്ലാം ഞങ്ങൾക്കുള്ള അതിനെതിരെ ആശയങ്ങൾ വരുമ്പോഴാണ് ഇതെല്ലാം ആശയങ്ങളെ വിദ്യാലയം നവോത്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ മതത്തിനെ ശാസ്ത്രത്തിലേക്കും അതുപോലെ തന്നെ ജന്മിതത്തെ വ്യവസായിക മലയാളത്തിലേക്കുള്ള കടന്നുവരവാണ്. എന്റെ ചോദ്യം സാധാരണ ചോദ്യത്തിലെ ഉത്തരമായി പറയുകയും ചെയ്തു. ഈ മതവും ശാസ്ത്രവും ഒരുമിച്ച് ഒരു നവോത്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ മനുഷ്യനെ എല്ലാ ജാലങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഒരു പുതിയ മനുഷ്യനെ, ഒരു സാഹോദര്യത്തിന്റെ മനുഷ്യനെ ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. സാറ് നേരത്തെ പറഞ്ഞു സാധിക്കുമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള സാറിന്റെ ചിന്തകൾ അറിഞ്ഞാൽ കൊള്ളാം. മറ്റൊരു ചെറിയൊരു പേഴ്സണൽ ചോദ്യമായിരിക്കാം. സാറിനെ കുറിച്ച് മനസ്സിലാക്കി സാറ് ഒരു മറ്റാരെയും ചിന്തിക്കാത്ത ഒറ്റപ്പെട്ട വഴിയിലൂടെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിട്ട് തോന്നി. എനിക്കറിയത്തില്ല, പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ പിന്തുണയില്ലാതെ ധൈര്യത്തോടുകൂടെ മുന്നേറുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നി. അതിനെ സാറിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്നാണ് എനിക്ക് ഞാൻ നമ്മൾ ഈ വൈദ്യുതി നമ്മൾ പലപ്പോഴും ആളുകൾ വലിയ നവോത്ഥാനം ശാസ്ത്രത്തിന്റെ അപ്രമാദിത്വം പറയണം, അല്ലെങ്കിൽ മതം വേണ്ടിയിട്ടുള്ള ശരിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉത്തരവില്ല. അങ്ങനെ കാണാം. മതം കൂടുതൽ തന്നെ മതത്തിനെ പറ്റി ചെയ്തിട്ടുണ്ട്, മതം തീർത്തിട്ടുണ്ട്, മതവാദികൾ ശാസ്ത്രക്കാരിൽ പ്രവർത്തിക്കുമ്പോഴേ ഞാൻ പരിമാനിക്കാം. പലതരമായിട്ട് ചില പ്രവർത്തിക്കും. ഇതാണ് നമ്മുടെ നാട്ടിലെ പുതിയ. ഇത് രണ്ടുമല്ല വഴി. സഹവർത്തിത്വത്തിന്റെ ഗാന്ധി പ്രസക്തനാകുന്ന ഒരു മണ്ഡലം. ഗാന്ധി മതത്തെ കളിക്കണം, ഗാന്ധി ശാസ്ത്രത്തെ കളിക്കണം, ശാസ്ത്രത്തെ കളിക്കണം. നഗരവൽക്കരണത്തെ അദ്ദേഹം എതിർത്തതേയില്ല, ഗ്രാമങ്ങളെ പറഞ്ഞതേ ഇല്ല. യന്ത്രവൽക്കരണം പാടില്ല എന്ന് ഗാന്ധി ഒരിക്കലും പറഞ്ഞതേ. എന്നാൽ കൈത്തറിയും പ്രാചീനമായ സമുദായം നിലനിൽക്കണമെന്ന് ഗാന്ധി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് ഇൻക്ലൂസീവ്നെസ് ഒരേ സമയം നമുക്ക് പലതിനെയും ഉൾക്കൊള്ളാൻ കഴിയും. അതായത് യേശുക്രിസ്തു പറഞ്ഞതാണ്, നമ്മളോടാണ് യേശുക്രിസ്തു പറഞ്ഞത്, സീസർ ദൈവത്തിന് മതത്തിന് ചിലത് വാഗ്ദാനം ചെയ്യാൻ കഴിയും, ശാസ്ത്രത്തിന് ചിലത് വാഗ്ദാനം. ഇത് രണ്ടും പൊതുവായി മനുഷ്യനുള്ളത്. ഇതിൽ ശരി ഏതാണെന്ന് മനസ്സിലാക്കുന്നത് ലോകമല്ല. ഇത് രണ്ടിലും പിന്നെ ഇത് രണ്ട് ഭാഷാവാനും സാധ്യത ഉണ്ടല്ലോ. നമ്മൾ നമ്മുടെ അനുഭവത്തെ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് മതവും വിശ്വാസവും ഒരുപോലെ കഴിയുമ്പോഴേ മതവും വിശ്വാസവും ശാസ്ത്രവും സ്വതന്ത്രമായ അഭിപ്രായം ചേർന്നതല്ല. വിശ്വാസികളുടെ ഭാഗത്ത് ശാസ്ത്രം പിന്നെ അപ്പൊ സ്വതന്ത്രമായ അഭിപ്രായം ചിന്തിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ഡെമോക്രസി. അതാണ് ജനാധിപത്യം, അതാണ് പൊതുസ്വം. ഇതെല്ലാം സത്യം. അതുകൊണ്ട് ഞാൻ ഈ മതസ്ഥാപനങ്ങളോട് വിരോധിക്കും. ഞാൻ ഈ കഴിഞ്ഞ ഒരു കൊല്ലം ഏറ്റവും കൂടുതൽ സംസാരിച്ച മതസ്ഥാപനം ഞാൻ ക്രൈസ്തവ കഴിഞ്ഞ ഈ മലയാള ഭാഷയുടെ 250 വാർഷികം സംസാരിക്കാൻ ഞാൻ പോയി
നസ്രാണികളൊക്കെ മറിയുടെ സംശയങ്ങളേതാകണം എന്ന് പറയുന്ന ആ ആദ്യ പുസ്തകത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പറയാം. താമരാട്ടിൽ വളർത്തിയുള്ള മന്നാർ രസവാശ്രമത്തിൽ ഞാൻ സംസാരിച്ചു. ഈ മതസ്ഥാപനങ്ങളും അവരുടെ പ്രസക്തിയും ഞാൻ തള്ളിക്കളയും. അത് ഹിന്ദു മതസ്ഥാപനങ്ങളും ഇസ്ലാം മതസ്ഥാപനങ്ങളും ഒക്കെ അവൻ രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തി കഴിഞ്ഞ് ഇടപെടുമ്പോഴും അവൻ രാഷ്ട്രീയക്കാരുടെ പോലെ പെരുമാറുമ്പോഴുമാണ് കുഴപ്പം. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ കക്ഷികൾക്കും അവർ മതസ്ഥാപനത്തെ പെരുമാറുകയും മതത്തെ അധികരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രശ്നം നമുക്ക് സഹവർത്തിത്വം സാധ്യമാണ് എന്നുള്ളതിന്റെ ഒന്നാം തരം മാതൃകയിൽ ഇന്ത്യയിൽ കേരളം. നമ്മുടെ കേരളത്തിൽ ഒരുപാട് കുറ്റമായി സ്വഭാവത്തെ ഏറ്റവും കുറ്റമായി നാരെ നമ്മളെ കുറ്റമായി അതിന്റെ സത്യത്തിൽ കേരളത്തിൽ എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ എന്തൊരു സഹവർത്തിത്വത്തോടുകൂടിയാണ് നമ്മൾ കഴിയും. കേരളത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും നല്ല അല്ലെ അച്യുതാനന്ദന്റെ ബാലന്റെ ജോലികളുടെ കവിത വായിച്ചു. ഒരു ക്രൈസ്തവനും എഴുതിയിട്ടില്ല നമ്മുടെ ക്രിസ്തുവിൻ മക്കളാകട്ടെ നടത്തിയിട്ടാണ്. അപ്പൊ അത് നമ്മുടെ സഹവർത്തിത്വ സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ്. ഞാനങ്ങനെ എന്തൊരു വിശേഷമല്ല ചേരാൻ വയ്യാത്തൊരു പ്രശ്നം. ഞാൻ സന്യാസിയുടെ മകനാണ്. ആ സന്യാസി സത്യത്തിൽ ഹിന്ദു മതത്തിലെ ഒരു പ്രിൻസിപ്പിൾസ് ഈശ്വര ആരാധന പ്രാർത്ഥന ഒന്നുമില്ലാത്ത ഒരു പ്രിമിറ്റീവ് എന്ന് പറയാവുന്ന ഒരു കമ്മ്യൂണൽ ലൈഫിനെ സ്വീകരിച്ച ഒരു സന്യാസിയുടെ കമ്മ്യൂണിറ്റിയിൽ വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ലോകശിഷ്യനായി ജീവിക്കും. പിന്നീട് അത് ഉപേക്ഷിച്ചിട്ട് വരികയും ചെയ്തു. ശിവാനന്ദ കലാംസൻ എന്ന് പറഞ്ഞു ഞാൻ മരിച്ചുപോയാണ്. അദ്ദേഹം പ്രിമിറ്റീവ് ഇന്ന് നമുക്ക് ആവക്കരണം തോന്നാവുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. ആ പ്രസ്ഥാനത്തിലാണ് എൻ്റെ അച്ഛൻ ജീവിച്ചത്. അതിനുശേഷം എൻ്റെ അച്ഛൻ സ്വാമികളോട് പഠിക്കുകയും ഫിലോസഫി പഠിക്കുകയും ചെയ്തിട്ട് ഞങ്ങൾ പുറത്തൊരു വൈദ്യന്മാരാണ്. അപ്പോൾ വൈദ്യം അച്ഛൻ പിന്നീട് അത് ഉപേക്ഷിക്കുന്നതിന് ശേഷം എനിക്കൊക്കെ ശില്പിയുടെ അത് ഹിന്ദു മതത്തിലെ ആരാധനയില്ല, ക്ഷേത്രമില്ല, ഒന്നുമില്ല. ഇവിടെ പ്രാണായാമം മാത്രമേ ഉള്ളൂ. ഫിലോസഫി ടീച്ചിങ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ ദൈവരൂപമോ ആരാധനാലയമോ ഒന്നുമില്ല. എല്ലാം വെച്ച് അധ്വാനിക്കുക, ആ അധ്വാനം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഉപയോഗിച്ച് വിശ്വസിക്കും. ഒരു അധ്വാഭാസമുണ്ട് വളരെയാണ് എൻ്റെ ആസ്ഥാനം. സമാധാനത്തിൽ ജീവിക്കുന്നുണ്ട്. ആളുകൾക്ക് എല്ലാവർക്കും അവരുടെ അഭിപ്രായമാണ് തെറ്റുള്ളത് സ്വന്തമായി പറയാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു ലോകം നല്ല ലോകമായിരിക്കും. സ്വന്തമായ ആശയങ്ങൾ എന്റെ സ്വാതന്ത്ര്യം വഴി വളർച്ചെടുക്കണം. അപ്പൊ വീണ്ടും ചോദ്യം വിദ്യാഭ്യാസമാണ്. എന്താണ് ശരിയായ വിദ്യാഭ്യാസം? ബുദ്ധിമാന്മാരും പണ്ഡന്മാരുണ്ട്, പഠിച്ച ശരിയായ വിദ്യാഭ്യാസമുള്ള പണ്ഡന്മാരായവരുണ്ട്. അപ്പോ നവോത്ഥാനത്തിന്റെ കടന്നുവരവ് വഴി ഒരു മനുഷ്യന് യഥാർത്ഥ മനുഷ്യത്വം നഷ്ടപ്പെടുകയാണോ, തളർന്നു പോവുകയാണോ കരുതുന്നത്? പക്ഷേ ആ മനുഷ്യങ്ങൾ പറഞ്ഞതരം ദുർഗുണങ്ങൾ നമ്മുടെ മൊത്തസമ്പർക്കത്തിൽ സമ്മാനിക്കുന്നു. പണ്ടത്തെ നവോത്ഥാനത്തിന് മുമ്പുള്ള കാലം വെച്ച് നോക്കിയല്ലോ ഇത് തീരെ ഇല്ലാതെ പറയുന്നില്ല. അപ്പൊ നമുക്ക് നവോത്ഥാനത്തിന്റെ കുഴപ്പമില്ല, മനുഷ്യ യുദ്ധത്തിന്റെ പ്രശ്നമാണ്. നമ്മൾ ഇത്രയും പ്രത്യയശാസ്ത്രം കഴിക്കുന്നു. മനുഷ്യന്റെ എപ്പോഴും ജന്തുജാതി ഒരു അപരീക്ഷിക്കണം, കുറ്റവാസനയെ പരലോകവാസന ഇതൊക്കെ ഇല്ലേ നമ്മുടെ ജീവിതത്തിലൂടെയും കാണുന്ന എല്ലാ നന്മകളും സംബന്ധിക്കുന്ന പരലോകം ദൂഷണം ബലാത്സംഗം ഇതൊക്കെ ഇതൊന്നും മതങ്ങളുടെയോ പ്രവാചകന്മാരുടെയോ ഒന്നും കുറ്റമല്ല. ഒരു ജീവി എന്നുള്ളതിനെയും നമ്മുടെ അതിസങ്കീർണമായ മനോഘടനയുടെ പ്രശ്നമാണ്. അത് പരിഹരിക്കുക സാധ്യത ഏത് ജീവിയെ പോലെ അതിസങ്കീർണമായ അനാത്മീയമായ ഒരു മനോഘടനയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ മനോഘടനയിൽ ഒരു വലിയ കുറവുവഹിക്കുന്നത് നമ്മുടെ നവോത്ഥാനത്തെയോ മതങ്ങളെയോ ശാസ്ത്രത്തെയോ ഒന്നും മഹാസമാധാനത്തിന്റെ മഹാപ്രവചകനായ ബുദ്ധന്റെയും ഗാന്ധിയുടെയും നാട്ടിലെ ഏറ്റവും വലിയ അടികളൊക്കെ നടന്നത് ഇല്ലേ? മറ്റുള്ളവരുടെ പാവങ്ങൾക്ക് വേണ്ടി ധരിച്ച യേശുവിന്റെ നാട്ടിൽ ഇപ്പോൾ യുദ്ധത്തിന്റെ വെടിവെച്ച നിരച്ചിട്ടേ മനുഷ്യപ്രകൃതിയിലെ വ്യാഖ്യതയും ഒക്കെ ഒരു വശമുണ്ട്. അതൊന്നും നമുക്ക് മനുഷ്യൊന്നും തകർന്നു പോകില്ല. കാരണം 1000 കോടി എന്നുള്ള കുഞ്ഞിന് വേണ്ടി ലോകം മുഴുവൻ കരഞ്ഞു. സ്ത്രീരായാക്കൾക്ക് വേണ്ടി അവരുടെ വാതിലുകൾ തുറന്നു. മദർ തെരേസ കൽക്കത്തയിലെ തെരുവുകളിൽ ജീവിച്ചു അല്ലേ?
ഒക്കെ നമ്മുടെ മനുഷ്യത്വം ഒരുമിച്ചില്ല, നമ്മൾ അതിജീവിക്കുന്ന ഒരു ജനത തന്നെയാണെന്നുള്ളതിലേക്ക് നിന്ന് കണ്ട് ശുഭാപ്തി വിശ്വാസിയായ എന്റെ വിചാരം.